So hello guys, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മത്സരിക്കാൻ വിവരമില്ലായ്മ എന്ന ഷോയിനെ റോസ്റ്റ് ചെയ്യാനാണ്. അതെ നമ്മുടെ സ്വന്തം ബിഗ് ബോസ്. അപ്പോൾ എന്ന് വേണമെങ്കിലും സംഭവിക്കാവുന്ന ബിഗ് ബോസിൽ ഇപ്പോൾ അടി വീഡിയോ വെട്ടും കുത്തും അത് ഇതൊക്കെ നടക്കുന്നതൊക്കെ കേട്ട് നമുക്ക് അതെല്ലാം ആഴത്തി ഇറങ്ങി പരിശോധിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലും എനേബിൾ ചെയ്തിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഷോയിൽ ആദ്യമായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഷാരിക ചേച്ചിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. കെട്ടിക്കഴിഞ്ഞ മറ്റൊരു പകരക്കാരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചവിട്ടോട്ടലെറി. ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു. ചേച്ചി കേൾക്കുന്നില്ല, ഒന്നുകൂടെ പറയാമോ? ബേസിക്കലി അല്ലെങ്കിൽ പൊതുവെ എനിക്ക് ഈ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ്. എനിക്ക് ഇഷ്ടമല്ല, വേറൊന്നുകൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ല. തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഷാരിക ചേച്ചിക്ക് ഇതിൽ മാത്രം തെറ്റിപ്പോയി. ഇതിലെ മമ്മൂട്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മോഹൻലാലിനെയും കുറ്റം പറഞ്ഞ് മോഹൻലാലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മമ്മൂട്ടിയും കുറ്റം പറയുന്ന അവസ്ഥയായല്ലോ. പുള്ളിക്കാരി എങ്ങനെ ബിഗ് ബോസ് വിളിക്കുന്നു, അവിടെ പോയി കിടന്ന വിവരക്കേടൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് പുള്ളിക്കാരി വിചാരിച്ചില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരി ആദ്യമേ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞൊരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്ത്. അങ്ങനെ മാസൊക്കെ കാണിച്ച് വീട്ടിൽ കുത്തിരുന്നപ്പോഴാണ് ബിഗ് ബോസിന്റെ കോൾ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ചാടിത്തുള്ളി അങ്ങ് ചെന്ന്. എന്നിട്ട് അതിനകത്ത് ചെന്ന് കിടന്ന് പറയുന്നത് നിലപാടിൽ ഉറച്ചു നിൽക്കും ഷാരിക. അല്ല, കാശ് കിട്ടുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആരാ ഇങ്ങനെയൊക്കെ പോവാതിരിക്കുന്നില്ലയോ? എന്തായാലും ഇന്റർവ്യൂ ചെയ്ത ആൾക്കാരുടെ വായിരുന്ന മൊത്തം കേട്ട ഷാരിക ഇപ്പൊ ആദ്യത്തെ ദിവസം ഒന്ന് കത്തി കയറിയെങ്കിലും രണ്ടാമത്തെ ദിവസം ആണെങ്കിൽ ഇനിയിപ്പോ എന്ന് കത്തുമെന്നൊന്നും ആർക്കും പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ കണ്ടസ്റ്റന്റിനെ നോക്കാം. ഓക്കെ, അടുത്ത ആരാണ്? സ്പീഡ് കൂടുതലാണ്. ഓ, നമ്മുടെ സ്വന്തം ജൂനിയർ രതീഷ് ബാക്കിയാണ്. ഞാൻ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ബിഗ് ബോസ് ഞാൻ ഈ ഷോ കാരണം അല്ലേ, അത്രേ ഉള്ളൂ. പുള്ളിക്കാരൻ കിടന്ന് ആജ്ഞാപിക്കാതെ പുള്ളിക്കാരന്റെ വണ്ടിയൊന്നും അല്ലല്ലോ. അല്ല, അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ പുള്ളിക്കാരനെ തെള്ളിയിട്ടേനെ. പക്ഷെ എന്നെ വിളിക്കണ്ടേ, കഷ്ടം. എന്തായാലും പുള്ളിക്കാരൻ അവിടെ കിടന്ന് മാസ് കാണിച്ചത് പുള്ളിക്കാരന്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം തറയെ കളഞ്ഞ്. ഇപ്പൊ അനീഷ് എന്നുള്ള പേര് മാറ്റിയിട്ട് ഇപ്പൊ സുപ്രഭാതം അനീഷ് എന്നാ പുള്ളിക്കാരന്റെ പേര്. എന്തായാലും പുള്ളിക്കാരന്റെ വായിന്ന് നിങ്ങൾ ഗുഡ് മോർണിംഗ് എന്ന് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട, ഒൺലി സുപ്രഭാതം അനീഷ്. എന്തായാലും കഴിഞ്ഞ സീസണിലെ രതീഷിന്റെ അതേ അവസ്ഥ ഈ പുള്ളിക്കാരന് വന്നേനെ. പക്ഷെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം പുള്ളിക്കാരനെ ആരും എലിമിനേറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം രണ്ടാമത്തെ ആഴ്ച പുള്ളിക്കാരൻ ഔട്ട് ആവുകയോ ഇല്ലയോ എന്ന്. എന്തായാലും ഔട്ടായി കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ വിവരക്കേട് കാരണം ഔട്ടായത്. ഔട്ട് ആയില്ലെങ്കിലും പുള്ളിക്കാരന്റെ വിവരക്കേട് കാരണം തന്നെ അവിടെ നിൽക്കുന്നത്. എന്നാലും കുറെ പേര് വന്ന് എൻ്റെ അടുത്ത് മെസ്സേജ് ഒക്കെ അയച്ചു ചോദിച്ചു നീ ആർക്കാ ബിഗ് ബോസ് വോട്ട് കൊടുക്കുന്നതെന്ന്. പിന്നെ ആർക്ക് കൊടുക്കാനാണ്? നമ്മുടെ സ്വന്തം രേണുസുതിക്കേ കൊടുക്കത്തുള്ളൂ. കാരണം പുള്ളിക്കാരി അതിനെ തിന്നാലും നമുക്ക് കണ്ടന്റ് കിട്ടത്തുള്ളൂ, കണ്ടന്റ്. ഓക്കെ, അടുത്ത. പിന്നെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് രേണു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സെപ്റ്റി ടാങ്ക് ആണ് ഇട്ട പേര്. എന്തോ പേര് ിട്ടുള്ളത് സെപ്റ്റി ടാങ്ക് ആണ്. ഇല്ല, ഞാൻ ചിരിക്കുന്നില്ല. എനിക്ക് മോനോട് പറയാനുള്ള, മോൻ തീർന്ന് മോനെ. പ്രതീക്ഷേട്ടായി ദാസേട്ടായി ഇത് കണ്ടു കഴിഞ്ഞാൽ മോൻ തീർന്ന്. ഇതിന് ഞാനൊന്നും പറയുന്നില്ല, കാരണം മോൻ തീർന്ന്. പ്രതീക്ഷേട്ടായി ദാസേട്ടായി ഇറങ്ങുന്ന ആളെ തീർന്നു മോൻ. ഇതിന്റെ കാര്യം എന്തെന്ന് ഞാൻ പറയാൻ പറ്റും. ഞാൻ ബിഗ് ബോസിൽ കൊടുത്തൊരു ടാസ്ക് ആയിരുന്നു ഇത് ഓമന പേരിടുന്നത്. അങ്ങനെ രേണുസുതിയുടെ പേര് പുള്ളിക്കാരൻ ഇട്ടേന്ന് പറയുമ്പോൾ സെപ്റ്റി ടാങ്ക് എന്നാ. പക്ഷെ പുള്ളിക്കാരി സ്കോർ ചെയ്ത് കേട്ടോ തിരിച്ച്. പുള്ളിക്കാരി തിരിച്ച് വേട്ടപ്പെട്ടിന്നാ വിളിച്ചത്, വേട്ടപ്പെട്ടിന്ന്. പക്ഷെ സെപ്റ്റി ടാങ്ക് കുഴപ്പമില്ല ചേച്ചി. ഈ പറഞ്ഞ ഒറ്റ വാശിക്ക് ചേച്ചി കളിച്ച് കപ്പടിച്ചോണം, എന്നാലേ കണ്ടന്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, എന്തായാലും അടുത്ത. ആള് വീട്ടിൽ 5-ാം തീയതി വന്നായിരുന്നു. അന്ന് പുള്ളിയുടെ ദേഹം നനഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ചേച്ചി ഇത് എവിടെ പറഞ്ഞിട്ടുണ്ടോ? കാര്യം ചേച്ചി ഈ വീട് ഉണ്ടാക്കി തന്ന ആൾക്കാർക്ക് പറഞ്ഞായിരുന്നോ? എന്തായാലും ഈ ഒരു കാര്യത്തിനോട് മാത്രം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചേച്ചിക്ക് വലിയൊരു വീട് അവർ കെട്ടിത്തന്നു. ഇത് കെട്ടിത്തന്നുകൊണ്ട് അവർക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അവർ അക്കൗണ്ടിലോട്ട് കോടികൾ വന്ന് മറിയാനും പോകുന്നില്ല. അവർ അത്രയും വലിയൊരു വീട് വെച്ച് തന്നില്ല. ആ ഒരു ചോർച്ച അടയ്ക്കാൻ വേണ്ടിയുള്ള കാശ് ചേച്ചിയുടെ ഇല്ലേ. പിന്നെ ഈ അഭിനയിക്കുന്ന കാശൊക്കെ എങ്ങോട്ട് പോകുന്നു? അല്ല, നമ്മൾ അവരുടെ പ്രൈവസി കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല, എങ്കിലും ചോദിച്ചു. എന്തായാലും അത് തെറ്റാണ്, നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തായാലും അടുത്ത. എന്നെ ഞാൻ പറഞ്ഞു എന്റെ തോളിൽ കൈട്ടോളാൻ. ഇപ്പൊ ഞാൻ പറയുന്നു എന്റെ ശരീരത്തിൽ നിന്ന് വിട്, എന്റെ ശരീരത്തിൽ നിന്ന് വിടാൻ. എന്തുകൂടെ ഇങ്ങനെ? ഞാൻ പറഞ്ഞു എന്റെ തോളത്ത് കൈയിടലെന്ന്. എന്തുകൂടെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ സത്യം, ഒരാളുടെ അനുവാദം ഇല്ലാതെ ഒരാളുടെ ദേഹത്ത് തൊടുന്നത് തെറ്റാ. പക്ഷെ പുള്ളിക്കാരൻ കുറച്ച് ഓവറാ. കുറച്ചല്ല, നല്ല ഓവറാ. എന്തായാലും പുള്ളിക്കാർ ഒറ്റ ദിവസം കൊണ്ട് വോട്ട് മേടിച്ചങ്ങ് മറിക്കാൻ വേണ്ടി നിൽക്കുക. പക്ഷെ കണ്ടിരിക്കുന്നവർക്ക് ഇത് വെറും മണ്ടത്തരമായിട്ടേ തോന്നത്തുള്ളൂ.
എന്തായാലും ഇന്ന് ഇത്രയും മതി. എന്തായാലും ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ലായിരുന്നു, കാരണം കുറച്ചും കൂടെ മണ്ടത്തരം ബിഗ് ബോസ് ആഡ് ആവട്ടെന്ന് വിചാരിച്ച് അതേവിട്ട് തന്നെ ആഡ് ആവുന്നുണ്ട്. കാരണം 100 ദിവസത്തേക്ക് അൺലിമിറ്റഡ് മണ്ടത്തരമായിരിക്കും. അൺലിമിറ്റഡ് മണ്ടത്തരം ഈസിക്കൽ ടു അൺലിമിറ്റഡ് കണ്ടന്റ്. എന്തായാലും ഇതിന്റെ മണ്ടത്തരത്തിന്റെ പാർട്ടായിട്ട് നമുക്ക് ഇടാം. എന്തായാലും നാളെ എന്തോ വീഡിയോ വേണം നിങ്ങൾ കമന്റ് ചെയ്തേരെ. പറഞ്ഞുകൊണ്ട് തന്നെ 10K ആക്കിയേക്കണം. ഇന്നത്തെ വീഡിയോ എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിരിക്കണം. എല്ലാവരും ലൈക്കും ചെയ്തേരെ, അഭിപ്രായം കമന്റും ചെയ്തേരെ. അടുത്ത വീഡിയോ കാണാം.